തെരുവുനായ വിമുക്ത കേരളത്തിനായി ആലുവയിൽ ജനകീയ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘത്തിൻ്റെയും ആലുവ സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിലെ PTA-യുടെയും ആലുവ പൗരാവകാശ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. സ്കൂൾ കവാടത്തിൽ സംഘടിപ്പിച്ച സമരപരിപാടി പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. കൊടുക്കാമെന്ന് അദ്ദേഹം ഇപ്പോൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇത് മുതലത്തെ കേരള ഗവൺമെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തെരുവ് നായ്ക്കളെ ഓരോരുത്തരും വളർത്താനും തെരുവിൽ വിടാതിരിക്കാനുമുള്ള പ്രക്രിയ നടത്തേണ്ടതാണ്. ഇത് ഗവൺമെന്റിന്റെ ഒരു കടമയാണ്. തെരുവ് നായ്ക്കളെ കൊണ്ട് ജനം പൊറുതിമുട്ടിയെന്നും എത്രയും വേഗം ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും നായ്ക്കളെ പിടിച്ച് പ്രത്യേകം ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒന്നോ രണ്ടോ നായ്ക്കളെ പാർപ്പിക്കാൻ പറ്റിയ ചെറിയ പട്ടിക്കൂടുകൾ നിർമ്മിച്ച് അതാത് പ്രദേശങ്ങളിലെ നായ്ക്കളെ അവിടെ തന്നെയുള്ള ജനങ്ങൾക്ക് സംരക്ഷിക്കാനായി നൽകിയാൽ തെരുവിലെ നായ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് സമരസമിതി കൺവീനർ ജോസ് മാവേലി പറഞ്ഞു. ആലുവ മുനിസിപ്പാലിറ്റിയിൽ ഈ പദ്ധതി നടപ്പിലാക്കിയാൽ 2 നായ്ക്കളടങ്ങിയ ഒരു യൂണിറ്റിന് മാസം തോറും 1000 രൂപ വീതം ജനസേവ സംരക്ഷണ ചെലവിലേക്ക് നൽകുവാൻ തയ്യാറാണെന്നും ജനസേവാ ചെയർമാൻ കൂടിയായ ജോസ് മാവേലി അറിയിച്ചു. ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടുകൂടി ആലുവ മുനിസിപ്പാലിറ്റി ഇന്ത്യയിലെ ഇതര സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ സുമനസ്സുകളായ ധാരാളം സംഘടനകൾ ഈ പദ്ധതിയുമായി സഹകരിച്ച് മുന്നോട്ട് വരുമെന്നും അദ്ദേഹം പറഞ്ഞു. സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ശോഭിത, PTA പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ, ആലുവ ജനസേവാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാർലി പോൾ, സാമൂഹ്യ പ്രവർത്തകരായ സേവ്യർ പുൽപ്പാട്ട്, PA ഹംസക്കോയ, ജാവൻ ചാക്കോ, ജെയിംസ് മുട്ടിക്കൽ, സാബു പരിയാരത്ത്, NI രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗഫൂർ അളമന, ഡോക്ടർ ഷാജി വർഗീസ് കൂടിയാട്ട്, അഡ്വക്കേറ്റ് ജയകുമാർ കാവുങ്കൽ, അൻവർ കാരായി, ലൈല രാധാകൃഷ്ണൻ, സജീഷ് നായർ, സ്കൂൾ PTA അംഗങ്ങൾ, അധ്യാപകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 500ഓളം പേർ സമരപരിപാടിയിൽ പങ്കെടുത്തു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടനൊപ്പം സനൂപ് കളമശ്ശേരി.